ഹലോ, സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ അല്ലെങ്കിൽ അപ്ഡേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാലും ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ എന്നെ മുന്നിലിരിക്കുന്ന പ്ലാന്റ് കണ്ടോ, ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും കെയർ ചെയ്യാൻ എളുപ്പമുള്ള ഇൻഡോർ പ്ലാന്റ് എന്ന് ഞാൻ പറയുന്ന ZZ പ്ലാന്റ് അല്ലെങ്കിൽ ZZ പ്ലാന്റ്, സാൻസിബർ ജെം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇതിവിടെ ഉണ്ടാവും. ഞങ്ങളുടെ ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്തതേ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണ് ആളിരിക്കുന്നത്. ഇതിവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഒരു വീഡിയോ അല്ല, 2 വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫില്ലേ, ഇതിൻ്റെ ഒരു ലീഫ് മാത്രം കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഭംഗിയുള്ളൊരു ZZ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഒരു സ്റ്റെമ്മ്, ഒരു പീറ്റിയോൾ എന്ന് പറയും, പീറ്റിയോൾ മാത്രം കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ZZ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 2 പാർട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തു. പക്ഷേ അതിൽ ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുക ചെയ്തത്. അപ്പോൾ അത് കണ്ട കുറേ പേരിനോട് ചോദിച്ചു, ഞങ്ങൾക്കത് വോയിസും കൂടെ തന്നിട്ട് ഒന്ന് പറഞ്ഞു തരാമോ, അതെങ്ങനെയാണ് വെള്ളം മാറ്റിയത്, വെള്ളം എപ്പോഴാണ് മാറ്റണേ, കുറേ ഡൗട്ടുകൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ വോയിസ് ഓവർ ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വന്നു. അപ്പോൾ ആ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിക്കാം. ഇത് ഒരെണ്ണം, ഇതാ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ. ഇത് നമ്മൾ വലിയ ലീഫിൻ്റെ പീറ്റിയോൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ലീഫ് മാത്രം വെച്ച് ഉണ്ടാക്കിയെടുത്താണ്. ഇതിലാണ് ഗ്രോത്ത് കുറച്ച് കൂടുതൽ നല്ല ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പലരും ചോദിച്ചു, അത് വാട്സാപ്പ് വഴിയും പേഴ്സണലായിട്ടും കുറേ പേര് ചോദിച്ചു, ഈ ഒരു ലീഫ് മാത്രം ഇങ്ങനെ കുത്തി വെച്ചാൽ എങ്ങനെയാണ് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ഒരു ലീഫിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും സ്പ്രെഡ് ചെയ്ത് ഈ പ്ലാന്റ് ഉണ്ടായി വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു പലരും. അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിവിടെ വെച്ച് കാണിക്കാൻ പറ്റില്ല. ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതൊന്ന് ഇളക്കിയെടുത്തിട്ട് അവിടെ വെച്ച് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചെടികൾ ഇങ്ങനെ ആയതുവരെയുള്ള ആ സംഭവങ്ങൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഈ മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് ഇലകൾ ശേഖരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇലകൾ എടുക്കുമ്പോൾ അതിൻ്റെ തണ്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പീറ്റിയോൾ ഉൾപ്പെടെ മൊത്തം ഇലകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത ഭാഗമല്ലേ, ഈ കട്ട് ചെയ്ത ഭാഗം ഒരു തുണി കൊണ്ടോ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നന്നായിട്ട് തുടച്ച് അതിൻ്റെ കറ മൊത്തം കളയാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലെ കുറച്ച് ഇലകളങ്ങോട്ട് നീക്കം ചെയ്ത് കൊടുക്കുക. ഈ നീക്കം ചെയ്യണമെന്ന് മസ്റ്റല്ല, പക്ഷേ ഇല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഓരോ പീറ്റിയോളായിട്ട് ഒരു ബൗളിലെടുത്ത വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ഇലകളുണ്ടല്ലോ, കട്ട് ചെയ്ത ഇലകളില്ലേ, അതും അതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം അത് മറ്റൊരു ബൗളിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ നേരത്തെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 ബൗളുകളെയും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ കുറച്ച് ദിവസം മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 20 ദിവസത്തിന് ശേഷം ഉള്ള അവസ്ഥയാണ്. ഇതിൽ ഓരോന്നിലും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട് കണ്ടോ, ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് വീർത്തു വരുന്നതും ഉണ്ടോ, ചെറുതായിട്ട് വേരുകൾ വരുന്നതും കാണാൻ പറ്റും. വളരെ ചെറിയ വേരുകൾ ഇപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ, കാരണം 20 ദിവസം നമ്മളിട്ട് വെച്ചിട്ട്. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോഴും ഈ ബൗളിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. വീണ്ടും അതിനെ തിരിച്ചു വെച്ചിട്ട് ഷെയ്ഡിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് കൊണ്ട് വെക്കണ്ട. ഇനി നമ്മളിത് ഇലകൾ മാത്രം വെച്ച ബൗളിലെ അവസ്ഥയാണ്. അത് നോക്കുകയാണെങ്കിൽ ഇലകളുടെ ചുവട് കണ്ടോ ഒന്ന് വീർത്തു വരുന്നതും അതിലൊക്കെ വേരുകൾ വന്നിരിക്കുന്നതും കാണാൻ പറ്റും കണ്ടോ. അപ്പം പഴയതുപോലെ ഇതിൽ വെള്ളം അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഈ കാണുന്ന ഒരു 45 ദിവസങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥ കേട്ടോ. നന്നായിട്ട് വേര് വന്നിരിക്കുന്നത് കാണാൻ പറ്റും കണ്ടോ. വളരെ ഭംഗിയായിട്ട് ഓരോ പീറ്റുകളിൻ്റെ ചുവട്ടിൽ നിറച്ച് വേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലകളിട്ട് വെച്ചതിലും ഇതേ കണ്ടോ നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട് ഭാഗം ഒന്ന് വീർത്തിരിക്കുന്നതും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 2 ബൗളിലെയും ചെടികളെ ഇത് പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്ന മണ്ണ് തീരെ ഇല്ലാത്ത പോട്ടിംഗ് മിക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ചകിരിച്ചോറ്, മണൽ, വെർമി കമ്പോസ്റ്റ്, പിന്നെ ഈ വെളുത്ത പൊടി കണ്ടോ, പെർലൈറ്റ്, പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആൻറ്റി ഫംഗൽ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പോട്ടിംഗ് മിക്സിലേക്കാണ് ഈ ചെടികളെ ഞാൻ നട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇലകൾ വെച്ചതും മറ്റൊരു പോട്ടിലേക്കും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ തണലത്തേൻ്റെ വെക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ 6 മാസങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥയെ കാണുന്നേ ഉണ്ടല്ലോ. 2 ചെടികളിലും വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ZZ പ്ലാന്റുകൾ വളർന്നിട്ട് ധാരാളം ചെടികൾ, ചെറിയ ചെറിയ ചെടികൾ എൻ്റെ ചുവട്ടിലുണ്ടായിരിക്കും കാണാൻ പറ്റും കേട്ടോ. നല്ല സ്പ്രെഡായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ തണ്ട് വെച്ചതിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ച് ഗ്രോത്ത് കുറവാണ്, പക്ഷേ ഒരുപാട് ചെടികൾ എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച ഇലകൾ അവിടെ തന്നെ കാണാൻ പറ്റും, ചുവട്ടുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കിട്ടാൻ 6 മാസത്തോളം എടുത്തെങ്കിലും വലിയ പരിചരണമൊന്നും വേണ്ട എന്നാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ZZ പ്ലാന്റ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, 2 ചെടികളെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നട്ട ലീഫ് ഇതാട്ടോ, വലുതായിട്ട് നിൽക്കുന്ന നമ്മൾ വെച്ച ലീഫ്, അതിൻ്റെ ചുവട്ടിലാണ് ബാക്കി ലീഫൊക്കെ വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഇതൊരെണ്ണം, ഇതൊരെണ്ണം, അപ്പുറത്ത് കണ്ടല്ലോ ഇതൊരെണ്ണം. ഇത് വലിയ ലീഫ് കാണുന്നത് നമ്മൾ വെച്ച് കൊടുത്തത്, ബാക്കി പിന്നെ വന്ന ബ്രാഞ്ചസാണ്. ഇത് വലിയ ലീഫ് നമ്മൾ വെച്ച് കൊടുത്തതാണ്. കണ്ടോ, ഭംഗിയുടെ തന്നെ ഇപ്പോണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇളക്കി എടുത്തിട്ട് നിങ്ങളുടെ സംശയം ഞാൻ ദൂരീകരിക്കാം കേട്ടോ. യെസ്, ഇതാണ് ആ ചെടിയുടെ ചുവടിൻ്റെ അവസ്ഥ. കണ്ടല്ലോ, ഈ ബൾബ് പോലെ അല്ലേ, നമ്മുടെ പൊട്ടറ്റോ പോലെയൊക്കെ ഉണ്ടല്ലേ, അതിന് നമ്മൾ റൈസോം എന്നാണ് പറയുക കേട്ടോ ഈ ഭാഗത്തിനെ. ഇതാണ് പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടല്ലോ, ഇതിൽ നമ്മൾ വെച്ച് കൊടുത്ത ലീഫ് ഇതാണ്. ഇതിൽ ആദ്യം ഒരു ബൾബ് പോലെ വന്നിട്ട് അന്ന് കുറേ ചെറിയ ചെറിയ ബൾബുകൾ ഇങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും ഓരോ തൈകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓരോന്നും ഇളക്കിയെടുത്തിട്ട് വേറെ ചെടിയായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ഫുൾ കട്ടിങ് വെച്ചതിൻ്റെ അവസ്ഥയാണ്. ഇനി ലീഫ് വെച്ചതിൻ്റെ അവസ്ഥ എന്താ നമ്മൾ നോക്കാം കേട്ടോ. നമുക്ക് ഇതിലും കണ്ടോ, നമ്മൾ വെച്ച ലീഫാണ് ഈ വലിയ കാണുന്നത്. ഈ ഒരു ലീഫ്, ഇത് 4 ലീഫാണ് നമ്മൾ വെച്ച് കൊടുത്തത്. ഒരെണ്ണം നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ. യെസ്, നല്ല നീളത്തിൽ വേര് വന്നിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വെച്ച ലീഫ് ഇതാണ്, കണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ ആദ്യം ഒരു ബൾബ് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ബാക്കി എക്സ്ട്രാ പ്ലാന്റ്സ് വരുന്നത്. കണ്ടല്ലോ, അപ്പോൾ ആ സംശയം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് കരുതുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.